Piezometric head representation ആണ് എന്ത് വരിക? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ, റൈറ്റ്? സോ ടോട്ടൽ എനർജിന്റെ ആണെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ വരും അല്ലേ? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ഹെഡ് എന്തായിരിക്കും? ടോട്ടൽ ഹെഡ് എങ്ങനെ കണ്ടുപിടിക്കുക സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ? സിമിലർ ആയിരിക്കും അതോ സമ്മപ്പ് ആയിരിക്കും? എങ്ങനെയാ അമിറ്റ് വരിക? അമിത് സാർ ഉണ്ട്. ഉണ്ട് എനിക്കറിയാം. ഉണ്ട് ചോദിച്ചല്ലേ, ഞാൻ ചോദിച്ചതിന് ആൻസറാ വേണ്ടേ. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഹെഡ് സമ്മപ്പ് ആയിരിക്കോ അതോ ഈക്വൽ ആയിരിക്കോ പൈപ്പിന്? പേരലായിരിക്കൂലേ? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ പാരലൽ ആയിരിക്കൂല എന്നാ നീ പറയുന്നത്? അല്ല, അങ്ങനെയല്ല, സീരീസിന്റെ കാര്യം പറഞ്ഞ സാർ. എന്നാ സീരീസിന്റെ കാര്യം ഞാൻ ചോദിച്ചത്, എന്നാ പറ. സീരീസിൽ കണക്ട് ആകുമ്പോൾ സീരീസ് കണക്ട് ആകുമ്പോൾ സീരീസ് കണക്ട് ആകുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ ഇത് രണ്ടും കൂടി ഏത് രണ്ടും കൂടി? ഞാൻ ചോദിച്ച ഹെഡ് ഈക്വൽ ആയിരിക്കോ അതോ ഹെഡ് സമ്മപ്പ് ആയിരിക്കോ? സമ്മപ്പായിരിക്കും. സമായിരിക്കും. ഡിസ്ചാർജ് 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 സമ്മപ്പായിരിക്കൂലേ? ഡിസ്ചാർജ് ആയിരിക്കും അല്ലേ? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ഈക്വൽ ആയിരിക്കും, പാരലൽ കണക്ട് ചെയ്യുമ്പോൾ ആയിരിക്കും ഡിസ്ചാർജ് സമപ്പായിട്ട് വരിക. അതാ സാർ, നമുക്ക് ഒരു ഉറപ്പുണ്ടായിട്ടില്ല ഡിസ്ചാർജിന്റെ കാര്യത്തിൽ. ഏതിന്റെ കാര്യത്തിൽ ഉറപ്പുള്ള എനിക്കിപ്പോ? കണക്കെത്തിയതിന്റെ. ഏതിന്റെ കാര്യത്തിലാ ഉറപ്പുള്ളത്? ഒരു 3-4 പേര് എക്സാമിന് ഫെയിലാണ് കേട്ടോ. ഈ ഇത്രയും ഈസി ആയിട്ട് സെയിം ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യൻ തന്നെ തന്ന് അത് വീട്ടിൽ നിന്നിരുന്ന് എഴുതിയിട്ട്, അപ്പൊ അത്ര പോലും നിങ്ങൾക്ക് പാസ് ആവണ്ടെന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ കളിച്ചതാ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ച ശരിക്ക്? ഞാൻ വിചാരിച്ച എല്ലാവർക്കും നല്ല മാർക്കില്ലല്ലോ വരും. 4-5 ഫെയിലാണ്. അത് തന്ന ക്വസ്റ്റ്യൻ തന്നെ സ്ലൈഡ് നോക്കി ജസ്റ്റ് എഴുതി അങ്ങ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ ഉദ്ദേശിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് നിങ്ങൾക്ക് എഴുതി മാർക്ക് പിടിക്കാൻ പറ്റുന്നത്, അതുപോലെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാർ നമുക്ക് റീവാലുവേഷൻ വേണം. റീവാലുവേഷൻ? ഞാൻ പേപ്പറിൽ എന്തെങ്കിലും ഉണ്ട് എഴുതി വെക്കാൻ, എന്നിട്ട് റീവാലുവേഷൻ ചോദിക്കുന്നേ? എന്റെ പേപ്പർ ഞാൻ അയച്ചു തരാം. റീവാലുവേഷൻ വേണം? എന്തോ അതൊക്കെ എഴുതി നീ റീവാലുവേഷൻ ഈ പേപ്പർ ഞാൻ തരാം. എനിക്ക് ഞാൻ എന്തൊക്കെ എഴുതി ക്വസ്റ്റ്യൻ എഴുതി തന്നെ കാണിക്ക്. ആകെ 4 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് ഏതാ ഞാൻ മാർക്ക് ഇട്ടായിരുന്നു എനിക്ക്? സീരീസിനൊന്ന് റീവാലുവേഷൻ വേണമെന്ന്. ആദ്യം എഴുതി വെക്ക എന്തൊക്കെ മര്യാദക്ക്, എന്നിട്ട് വന്നിട്ട് പാത്താൻ അളക്ക്. വേറൊന്നുമല്ലല്ലോ സാർ പറഞ്ഞേ. എടാ മാർക്ക് അത് മാർക്ക് പറഞ്ഞിട്ട് നിന്നോട് ഞാൻ അതിനാ ചോദിച്ചത്. എന്തെങ്കിലും എഴുതണ്ടേ അതിന്റെ അകത്ത് നീ? അല്ല അമിത്, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ ഇതിനാ പറഞ്ഞത്, അതിൽ എന്തെങ്കിലും എഴുതി വെക്കണ്ടടാ. ഓക്കെ സാർ. അതിനാണ് പറഞ്ഞത്. എഴുതിയാണ്ട് എനക്ക് മാർക്ക് തരാണ്ടിരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പറഞ്ഞല്ല. നീ മാർക്ക് നോക്കിയിട്ട് നീ പറ, എനിക്ക് എവിടെയാ ഞാൻ മാർക്ക് ഇടാഞ്ഞെന്ന് പറഞ്ഞാൽ നീ പറ. ആ തരത്തിൽ പറഞ്ഞാൽ നിന്റെ പേപ്പർ നിനക്കറിയാലോ ഞാൻ ഏത് സെക്ഷനാ മാർക്ക് ഇടാം. നീ എഴുതിയ എല്ലാ ക്വസ്റ്റ്യനും പരമാവധി ഇടാവുന്ന മാർക്ക് ഞാൻ ഇട്ടിന്. എഴുതിയിട്ടുണ്ടോ നീ കാണിക്കും, ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ. അപ്പൊ നമുക്ക് പറയാം. ഈ ക്വസ്റ്റ്യൻ എഴുതി വെക്കും. 3 pipes of 400 mm, 200 mm and 300 mm diameters
have lengths of 400 meter, 200 meter, and 300 meter respectively. They are connected in series to make a compound pipe. They are connected in series to make a compound pipe. The ends of this compound pipe are connected with two tanks. The ends of this compound pipe are connected with two tanks whose difference of water level is 16 meter. The difference in water level is 16 meter. If the coefficient of friction for these pipe is same and equal to 0.005, determine the discharge through the compound pipe, neglecting first the minor losses. ഇതിൽ ഇൻക്ലൂഡിങ് തമ്മിലുള്ള ക്വസ്റ്റ്യനുകൾ ആ പോർഷൻ നിങ്ങൾ എഴുതണ്ട കേട്ടോ. മൈനർ ലോസ് നെഗ്ലക്ട് ചെയ്തില്ല പോർഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോറി, ഈ സെക്ഷൻ എഴുതേണ്ടത് ഇൻക്ലൂഡിങ് ദം എന്നുള്ളത് എഴുതണ്ട. നിങ്ങൾ മൈനർ ലോസ് നെഗ്ലക്ട് ചെയ്തിട്ടുള്ള പോർഷനിലെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാ നോക്കുക. ഡിഫറൻസ് ഓഫ് വാട്ടർ ലെവൽ, രണ്ട് ടാങ്ക്സ് തമ്മിൽ പൈപ്സ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. 3 ഡിഫറെന്റ് പൈപ്പ് ഇൻസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, പൈപ്പിന്റെ ലെങ്ത് ഡയമീറ്റർ തന്നിട്ടുണ്ട് 3 സെക്ഷനിലെ പൈപ്പിന്റെ. ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? ഡിസ്ചാർജ്. ഓക്കെ, ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താ? AV. ഏരിയ അറിയോ? ഏതിനെങ്കിലും വെലോസിറ്റി നമുക്ക് അറിയണ്ട. ഇതിപ്പോ ഡിസ്ചാർജ് ഈക്വൽ ആയിരിക്കും A1 V1. ഒന്നിക്ക് നമ്മൾ ഏതെങ്കിലും ഒന്നിന്റെ അറിയണം കംപ്ലീറ്റ് ആയിട്ട്. ഒന്നിക്ക് A1 അറിയാം. എല്ലാത്തിലും നമുക്ക് എന്തറിയാം? A1 അറിയാം, D1 അതുകൊണ്ട് A1 അറിയാം, A2 അറിയാം, V3 അറിയാം. പക്ഷെ ഒന്നിലും നമുക്ക് എന്തറിയില്ല? V1 V2 V3 ഒന്നും അറിയില്ല. ഇത് ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഒരറിയാവുന്ന ഒരു ഇക്വേഷൻ നമുക്ക് പറയുന്നത് H തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ ഹെഡ് ഡിഫറൻസ് ആണ് 16 മീറ്റർ എന്ന് പറയുന്നത്. ടോട്ടൽ ഹെഡ് ഡിഫറൻസ് 16 മീറ്റർ മീൻസ് ആടുണ്ട് ഇൻ ബിറ്റ്വീൻ രണ്ട് ടാങ്ക്സ് വന്ന് കണക്ട് ചെയ്തതിന് ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ടോട്ടൽ ഹെഡ് ലോസ് ആണ് 16 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈനർ ലോസസ് എല്ലാം നെഗ്ലക്ട് ചെയ്താൽ 3 പൈപ്പിലും ഉണ്ടാകുന്ന ഹെഡ് ലോസിന്റെ സമ്മ എഴുതുക ഡ്യൂ ടു ഫ്രിക്ഷൻ. സോ ആ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്ത്? 16 എന്ന് പറയുന്നത്. ഓക്കെ, സോ ടോട്ടൽ ഹെഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ പൈപ്പിലും ഉണ്ടാകുന്ന ഹെഡ് ഡിഫറൻസിന്റെ സമ്മാണ്. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു കോമ്പൗണ്ട് പൈപ്പ് സീരീസിൽ കണക്ട് ചെയ്താൽ ഇക്വേഷൻ അങ്ങനെയാണല്ലോ. ടോട്ടൽ ഹെഡ് ഡിഫറൻസ് ആണ് ഈ തന്നേക്കണേ H4F. അതിന്റെ അകത്ത് നിങ്ങൾ ഓരോ പൈപ്പിലുള്ള ഹെഡ് ഡിഫറൻസിന് സമ്മായിരിക്കും സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ. ദെൻ സോ മൈനർ ലോസ് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? 4F1 L1 V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G D1. ദെൻ സെക്കൻഡ് പൈപ്പിന്റെ തേർഡ് പൈപ്പിന്റെ. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് ഈ ഹെഡ് അറിയാം, ബാക്കിയെല്ലാം അറിയാം. V1 V2 V3 അറിയില്ല. സോ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരാ പാരാമീറ്റർ കണ്ടുപിടിക്കുകയുള്ളൂ. V1 കിട്ടിയാൽ നമുക്ക് ഏരിയ ആയിട്ട് V1 അടിച്ചാൽ ടോട്ടൽ ഡിസ്ചാർജ് കിട്ടും. സോ ഈ V1 V2 V3 നമ്മൾ V1 ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, A1 V1 ഈസ് ഈക്വൽ ടു A2 V2 ആയിരിക്കും. A1 A2 നമുക്കറിയാം. സോ V2 ഞാൻ എന്ത് ചെയ്തു? V1 ടേംസിലേക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കി.
ഓക്കെ, V2 V1 ടേംസിലേക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കി. V2 ഈസ് ഈക്വൽ ടു 4V1 എന്ന് വരാം. സിമിലർലി V3 ഈസ് ഈക്വൽ ടു 1.77 V1 റിലേഷൻ ഉണ്ടാക്കി. A1 V1 ഈക്വൽ ടു A3 V3 കിട്ടി. ദെൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത V1 കിട്ടും നമുക്ക്. V2 സ്ഥാനത്തും V3 V1 ഒന്ന് കണ്ടുപിടിച്ച് എത്രയാണ് വരുന്നത് നോക്കിയൊന്ന്. ഇക്വേഷനിൽ 3 ഇക്വേഷനിലും V2 പകരം V1 ഇട്ട് കൊടുക്കുക, V3 പകരം V1 ഇടുക. അപ്പൊ കോമൺ അൺനോൺ എന്തായി? V1 ആയി. ദെൻ ബാക്കിയൊക്കെ നോൺ ഫാക്ടർ ആണ്. അത് വെച്ചിട്ട് V1 വാല്യൂ കണ്ടുപിടിക്കുക. V1 കിട്ടിക്കഴിഞ്ഞാൽ A1 into V1 ഇട്ട് നമുക്ക് ഡിസ്ചാർജ് കിട്ടും. സോ V1 വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച്. മെത്തേഡ് പറഞ്ഞാൽ മനസ്സിലായോ പ്രോബ്ലം ചെയ്യേണ്ടത്? എന്താടാ ഞാൻ കേട്ടില്ല. ഓക്കെ, അതായത് 3 പൈപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു 2 ടാങ്ക് തന്നിട്ട് 3 പൈപ്പ് വെച്ചിട്ട് 2 ടാങ്ക് തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഒരു ടാങ്ക് എന്നുള്ള വെള്ളം വേറൊരു ടാങ്കിലേക്ക് എത്തുമ്പോൾ എന്തായി? പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്ലോ ചെയ്യുമ്പോൾ ഡിസ്ചാർജ് എത്രയാ? പൈപ്പിലുള്ള ഡിസ്ചാർജ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി സീരീസിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 3 പൈപ്പിലും ഡിസ്ചാർജ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താ? ഏരിയ അതിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ ഇത് ഏതെങ്കിലും 2 പാരാമീറ്റർ കിട്ടിയാൽ ഒന്നിക്ക് A1 V1 അറിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ A2 V2 അറിഞ്ഞാൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ A3 V3 അറിഞ്ഞ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൽ A1 A2 A3 ഒക്കെ നമുക്കറിയാം. പക്ഷെ എന്താ V1 V2 V3 ഒന്നും അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടണം, എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഹെഡ് ലോസ് എന്നിട്ട് തന്നിട്ടുണ്ട്. അതായത് ഒരു ടാങ്കിൽ നിന്ന് 2 ടാങ്കിലേക്ക് എത്തുമ്പോഴേക്ക് രണ്ടാമത്തെ ടാങ്കിലേക്ക് എത്തുന്ന ടോട്ടൽ ഹെഡ് ലോസ്. ആ ഹെഡ് ലോസിന്റെ റീസൺ എന്താ? ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഓരോ പൈപ്പിലും ഫസ്റ്റ് പൈപ്പിൽ നിന്ന് സെക്കൻഡ് പൈപ്പിൽ നിന്ന് തേർഡ് പൈപ്പിൽ നിന്ന് ഉണ്ടാകുന്ന ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അതിന്റെ മൂന്നിന്റെയും സം അപ്പ് ആയിരിക്കും. സീരീസിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഹെഡ് ലോസ് എന്ന് പറയുന്നത് സം ആയിരിക്കും. ഓക്കെ, ആ സം ആണ് 60 എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് എന്ത്? 4f(L1 V2 V1/2 ഫസ്റ്റ് പൈപ്പിലുള്ളത്, സെക്കൻഡ് പൈപ്പ്, തേർഡ് പൈപ്പ്. ഓക്കെ, ഇതിന്റെ മൂന്നിന്റെയും കൂടി സമ്മപ്പ് എടുത്താൽ എന്തായിരിക്കും? ടോട്ടൽ ഹെഡ് ഡിഫറൻസ് കിട്ടി. ഇനി ഇതിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ചെയ്യണേ? V1 കണ്ടുപിടിക്കാനാണ്. ഇതിലിപ്പോ കോമൺലി അറിയാത്ത അൺനോൺസ് എന്ന് പറയുന്നത് V1 V2 V3 ആണ്. ഇനി V1 V2 V3 നമുക്ക് ഒരു V1ലേക്ക് മാറ്റണം. ഇപ്പൊ V2 V1ലേക്ക് മാറ്റാൻ വേണ്ടി A1 V1 ഈക്വൽ ടു A2 V2 നമുക്കറിയാം, സീരീസിൽ കണക്ട് ചെയ്തുകൊണ്ട്. സോ V2 V1 ടേംസിലേക്ക് എഴുതി. V1 ഈസ് ഈക്വൽ ടു 4V1 ഉണ്ട്. അതുപോലെ A1 V1 ഈക്വൽ ടു A3 V3 ആണ്. അത് വെച്ചിട്ട് V3 ഞാൻ V1 ടേംസിലേക്ക് എഴുതി. 1.77 V1 ഉണ്ട്. സോ ദെൻ ഈ ഇക്വേഷനിലേക്ക് എന്താ? V2 ടേംസിലും V3 ടേംസിലും V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V1 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണോ വാല്യൂ വരുന്നത്, V1 ടേംസിലുള്ള എന്താണോ വാല്യൂ ഉള്ളത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഒറ്റ ഒരു അൺനോൺ ആയി. ഈ ടോട്ടൽ ഇക്വേഷനിൽ V1 മാത്രമായി പിന്നീട് അൺനോൺ. സോ V1 കണ്ടുപിടിക്കാം. ഇത് വെച്ചിട്ട് V1 വാല്യൂ കണ്ടുപിടിക്കാം. മനസ്സിലായി ഇപ്പൊ പറഞ്ഞത്? ചെയ്ത പ്രോബ്ലം? ഓക്കെ, V1 വാല്യൂ പറഞ്ഞേ കണ്ടുപിടിച്ചിട്ട്.
എടീ ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. ചെയ്തോ, പ്രോബ്ലം ചെയ്തോ, അതിന്റെ അടുത്ത് അറ്റൻഡൻസ് ഒന്ന് പറ. ആകാശ്, അഖിൽ, അഖിൽ. ഓക്കെ, അമിത്, സാർ. അനിരുദ്ധ്, കാർത്തിക്, വ്ലാദിൻ, ഷഹസാദ്, മുക്താസിൻ, അസഫ്, പ്രസന്റ് സാർ. ഫർദീൻ, പ്രസന്റ് സാർ. ഫത്തേ, സമ, പ്രസന്റ് സാർ. സിയാൻ, പ്രസന്റ് സാർ. നിഷാഖ്, പ്രസന്റ് സാർ. നിവേദ്, പ്രത്യുഷ്, രാഹുൽ, സരുൺ, സൗരഭ്, സൗരവ്, ശ്രീരാഗ്, വിഷ്ണു, വിഷ്ണു എൻ, ധർമ്മേഷ്, ഓക്കെ. കിട്ടിയാ V1 വാല്യൂ കിട്ടിയാ? എത്ര കിട്ടിയ? നിഷാഖ് ചെയ്താ? നിഷാഖ് ഇല്ല സാർ, ചെയ്യണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. സാർ 0.8 So finally V1 equation 0.882 വരും. ഓക്കെ, നിവേദ 0.8 പറഞ്ഞേ. അതെ. ഓക്കെ, ഇനി V1 കിട്ടി. നമുക്ക് A1 ആണ്, ഡിസ്ചാർജ് ആണ് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്. സോ A1 ഇൻറ്റു V1 ചെയ്ത ഫൈനലി ഡിസ്ചാർജ് വരെ കിട്ടും 0.1108 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, നോക്ക് ആ പ്രോബ്ലം ബാക്കി പിന്നെ ഫിനിഷ് ചെയ്ത് നിങ്ങള് ടോപ്പിക് നോക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞത് പൈപ്പ് ഫ്ലോ, ഡിഫറെന്റ് നമ്പേഴ്സ് ഓഫ് പൈപ്പ് സീരീസിൽ കണക്ട് ചെയ്യുന്ന പറഞ്ഞു, പാരലി കണക്ട് ചെയ്യുന്ന പറഞ്ഞു. ഓക്കെ, സീരീസ് കണക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പറയും കോമ്പൗണ്ട്ലി കണക്ട് എന്ന് പറയും. ഇനി ഈ കോമ്പൗണ്ട് പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് നമ്മളൊരു ഇക്വിവാലന്റ് പൈപ്പ് എന്നൊരു ടേംസിലേക്ക് വരികയാണ്. അതായത് നമ്മളിപ്പോൾ സീരീസിൽ കണക്ട് ചെയ്തു, 3 പൈപ്പ് സീരീസിൽ കണക്ട് ചെയ്തു. ഈ 3നും ഈക്വൽ ആയിട്ട് ഒരു സിംഗിൾ പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 3 പൈപ്പ് കണക്ട് ചെയ്തുണ്ടാകുന്ന ആ സിറ്റുവേഷൻ നമ്മൾ ഒരൊറ്റ സിംഗിൾ പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് എന്താണോ സീരീസിലി 3 പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെഡ് ലോസ്, എന്താണോ അതിനകത്ത് സംഭവിക്കുന്ന ഡിസ്ചാർജ്, സെയിം എമൗണ്ട് ഓഫ് ഡിസ്ചാർജ്, സെയിം ഹെഡ് ലോസ് കിട്ടുന്ന വിധത്തിൽ ഈ 3 എണ്ണത്തിനെ മാറ്റിയിട്ട് ഒരൊറ്റ പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഈ 3നും കൂടി ഇക്വിവാലന്റ് ആയിട്ടുള്ള ഒരു പൈപ്പ് നമ്മൾ എത്രയാണ് അതിന്റെ കണ്ടീഷൻ, എന്തായിരിക്കും അതിന്റെ ലെങ്ത്, എന്തായിരിക്കും അതിന്റെ ഡയമീറ്റർ എന്നുള്ള കണ്ടീഷൻ നോക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ 3 സീരീസ്ലി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യുന്ന 3 പൈപ്പിനെ എന്തായിരിക്കും, അല്ലെങ്കിൽ 3 എന്നില്ല, ഞാനൊരു എണ്ണം പറഞ്ഞു തരും, സെവറൽ പൈപ്സ്, ഡിഫറെന്റ് ലെങ്ത്തിലും ഡിഫറെന്റ് ഡയമീറ്ററും ഇല്ല സെവറൽ പൈപ്സ് നമ്മൾ എന്ത് ചെയ്തു, ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിട്ട് കണക്ട് ചെയ്തു. കോമ്പൗണ്ട് മീൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഈ കണക്ട് ചെയ്ത കണ്ടീഷൻ നമുക്ക് എന്തായിരിക്കും, ഒരു ടോട്ടൽ ഹെഡ് ലോസ് ഉണ്ടാവും, ഒരു ടോട്ടൽ ഡിസ്ചാർജ് ഉണ്ടാവും.
ഓക്കെ, ഡിസ്ചാർജ് ഈക്വലി എല്ലാത്തിലേക്കും ഈക്വൽ ആയിരിക്കും, ഹെഡ് ലോസ് സമപ്പായിരിക്കും. ഓക്കെ, ഇതിനെ മാറ്റിയിട്ട് ഈ ഒരു 3-4 പൈപ്പ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നമ്മൾ അതിന് ഈക്വലന്റ് ആയിട്ട് ഒരു പൈപ്പ് കൺസ്ട്രക്ട് ചെയ്യണം. സെയിം ഹെഡ് ലോസ് ആയിരിക്കണം, സെയിം ഡിസ്ചാർജ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആ പൈപ്പിന്റെ വരുന്ന ലെങ്ത് എത്രയായിരിക്കും, അല്ലെങ്കിൽ ആ പൈപ്പിന്റെ ഡയമീറ്റർ എത്രയായിരിക്കും, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണോ ഇക്വാലന്റ് പൈപ്പ് എന്താണെന്ന്? ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ 3 പൈപ്പ് എടുക്കുന്നത്. സപ്പോസ് ലെങ്ത് L1, ഡയമീറ്റർ D1, ലെങ്ത് L2, ഡയമീറ്റർ D2, ആൻഡ് ലെങ്ത് L3, ഡയമീറ്റർ D3, 3 പൈപ്പ്. ഇത് 3 കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ടോട്ടൽ ഹെഡ് ലോസ് ആണ് ക്യാപിറ്റൽ H കൊടുത്തത്. അവിടെ ടോട്ടൽ ഹെഡ് ലോസ് ആണ് ക്യാപിറ്റൽ H. ഇനി അതിന് കറസ്പോണ്ടിങ് ഒരു ഇക്വാലന്റ് പൈപ്പ് എടുത്താൽ, ഇക്വാലന്റ് ആയിട്ടുള്ള പൈപ്പ് എടുത്താൽ അതിന്റെ ലെങ്ത് ആണ് ക്യാപിറ്റൽ L, ഡയമീറ്റർ സ്മോൾ d എന്നിട്ട് കൊടുക്കും. ഈ ലെങ്ത്തിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചിന്തിക്കാനില്ല, സെയിം ആയിരിക്കും. ഇക്വാലന്റ് ആയിട്ട് വരണമെങ്കിൽ ഇതിന്റെ 3-ന് L1, L2, L3 ആയിരിക്കും എന്തായിരിക്കും ഈ ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. എന്നാലേ നമുക്ക് ഇതേ ലെങ്ത് കണ്ടീഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, L എന്ന് പറയുന്നത് എപ്പോഴും സം ആയിരിക്കും. ഇതിലവിടെ എത്രയാണോ ലെങ്ത്, ടോട്ടലി ലെങ്ത് L1 + L2 + L3, അതായിരിക്കും ഇക്വാലന്റ് പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡയമീറ്റർ കൂടി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ L എന്ന് പറയുന്നത് L1 + L2 + L3 ആയിരിക്കും. ഇനി ടോൾ ഒരു സീരീസിലി കണക്ട് ചെയ്ത മൈനർ ലോസ് എല്ലാം നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? H = 4F1 L1 V1² / 2G D1 + 4F2 L2 V2² / 2G D2 + 4F3 L3 V3² / 2G D3 വരും. ഓക്കെ, ടോട്ടൽ Hന്റെ ഇക്വേഷൻ. ഓക്കെ, H = ഓരോ പൈപ്പിന്റെയും കൂടി കണക്ട് സമ്മപ്പായിരിക്കുമല്ലോ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാല്. സോ പൈപ്പ് 1-ലുള്ള ഹെഡ് ലോസ് പ്ലസ് പൈപ്പ് 2-ലെ ഹെഡ് ലോസ് പ്ലസ് പൈപ്പ് 3-ലെ ഹെഡ് ലോസ്, 3 കൂടി സമ്മപ്പായിരിക്കും സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, H will be equal to 4F1 L1 V1² / 2G D1 + 4F2 L2 V2² / 2G D2 + 4F3 L3 V3² / 2G D3. ഇനി സപ്പോസ് ഞാൻ എടുക്കുന്ന അസംഷൻ തന്നെ 3 പൈപ്പിന്റെയും ഫ്രിക്ഷൻ ഫാക്ടർ ഈക്വൽ ആണ്. F1, F2, F3 = ഒരു കോമൺ Fലേക്ക് കൊടുക്കും. സിമിലർലി ഡിസ്ചാർജ് വാല്യൂ വിൽ ബി സിമിലർ ആയിരിക്കും. Q = A1 A1 = A2 V2 = A3 V3. ഓക്കെ, ദെൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതി എന്ത് വരും? 5/4 D1² A1 × V1, 5/4 D2², that is A2 × V2, 5/4 D3², that is A3 × V3. ഇനി V1 ഞാൻ ഇക്വേഷൻ എഴുതി. V1 = 4Q/5D1². അതായത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിനെ Q ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്തൊരു V1 ഒരു ഇക്വേഷൻ കിട്ടി, 4Q/5D1². V2 എഴുതിയ 4Q/5D2². V3 എഴുതിയ 4Q × 5D3². ഓക്കെ, V1, V2, V3 ആയി. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച Hന്റെ ഇക്വേഷനിലേക്ക്, ഈ ഇക്വേഷനിലേക്ക് V1, V2, V3 ടേംസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H will be equal to 4F1 L1 × 4Q/5D1² whole square, that is 4F L1 V1² divided by 2G D1 equal to similarly second പൈപ്പിന്റെ തേർഡ് പൈപ്പിന്റെ. ഓക്കെ, ഇതിൽ നിന്ന് കോമൺ ടേംസ് ഒക്കെ എടുത്ത് പുറത്തേക്ക് എഴുതി. 4 × F Q², 4² ഒരു 16 വരും. 4 × 16 × FQ² divided by 2G × 5². കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിൽ വരുന്ന ടേംസ് ഒക്കെ പുറത്തെഴുതി, കോമൺ ആയിട്ട് ന്യൂമറേറ്ററിൽ വരുന്ന ടേംസ് ഒക്കെ പുറത്തെഴുതി. ഫൈനലി എന്തായിരിക്കും സീരീസിലി കണക്ട് ചെയ്തതിന്റെ ഇക്വേഷൻ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഇത് 4 × 16 × FQ² divided by 5² × 2G into L1 D1⁵ plus L2 D2⁵ plus L3 D3⁵. ഓക്കെ, Hന്റെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി ഇത് സീരീസിലി കണക്ട് ചെയ്യുമ്പോൾ ഹെഡ് ലോസ് ആണ്. ഞാൻ എന്താ പറഞ്ഞത്? ഇക്വിവാലന്റ് പൈപ്പ് എന്ന് പറയുന്നത് ഇതേ ഹെഡ് ലോസ് ക്രിയേറ്റ് ചെയ്യണം. എവിടെ? ആ ഒരു സിംഗിൾ പൈപ്പ് വെച്ച്. ഇപ്പൊ ഇവിടെ 3 പൈപ്പാണെന്നുണ്ടെങ്കിൽ ഈ 3 പൈപ്പിനെയും കൂടി നമ്മൾ റീപ്ലേസ് ചെയ്യണം, വേറൊരു സിംഗിൾ പൈപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ആ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതേ ഹെഡ് ലോസ് എന്തായിരിക്കും അവിടെ കിട്ടണം. ഈ സെയിം എമൗണ്ട് ഓഫ് ഹെഡ് ലോസ് തന്നെ ആ സിംഗിൾ പൈപ്പ് വെച്ചിട്ട് കിട്ടണം. അതാണ് നമ്മുടെ അസംഷൻ. ഇക്വാലന്റ് പൈപ്പ് എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് അതാണ്.
സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരു സിംഗിൾ പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിന്റെ ഡയമീറ്റർ ഡിയും ലെങ്ത് ക്യാപിറ്റൽ എല്ലും ആണെങ്കിൽ ഹെഡ് ലോസ് എന്തായിരിക്കും 4f ഇൻറ്റു എല്ലിന്റെ v²/2gd ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ എഫ് വാല്യൂ സെയിം ആയിരിക്കും തന്നെ അസംഷൻ. രണ്ടിലുള്ള എഫ് വാല്യൂ കോമൺ എഫ് വാല്യൂ ആണ്, ഒരു 0.05 ആണ്, അല്ലെങ്കിൽ അത് എല്ലാത്തിനും 0.05 ആണ്, ഒരു കോമൺ എഫ് വാല്യൂ. സോ സിമിലർലി വി വാല്യൂ എന്തായിരിക്കും, ഡിസ്ചാർജ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കുമല്ലോ. സീരീസിൽ ഓരോ പൈപ്പിലും സിമിലർ ആണ്. അതേ ഡിസ്ചാർജ് തന്നെയാണ് എവിടെ വരുന്നത്, കോമ്പൗണ്ട് പൈപ്പിലും വരാൻ പോകുന്നത്. ഓക്കെ, ഇക്വാലന്റ് പൈപ്പിന് വരുന്ന ഡിസ്ചാർജ് അതാണ്. അതായത് ഹെഡ് ലോസ് എന്താണോ സീരീസിൽ കണക്ട് ചെയ്ത് കിട്ടുന്നത്, അതേ ഹെഡ് ലോസ് ഇക്വാലന്റ് പൈപ്പിൽ വരണം. എന്താണോ ഡിസ്ചാർജ് കിട്ടുന്നത് അതേ ഡിസ്ചാർജ് തന്നെയായിരിക്കും. സോ വി ഈക്വൽ ടു 4q/πd² വരും. ആ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും, h ഈസ് ഈക്വൽ ടു 4fl ഇൻറ്റു 4q/πd² ഡിവൈഡ് ബൈ 2gd. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കോമൺ ടേംസിനെയൊക്കെ പുറത്തെടുത്തു. ന്യൂമറേറ്ററിലുള്ള കോമൺ ടേംസ്, ഡിനോമിനേറ്ററിലെ കോമൺ ടേംസ്. ഇനി രണ്ട് ഇക്വേഷൻസ് കിട്ടി നമുക്ക്. എച്ചിന് ഇക്വാലന്റ് പൈപ്പിന്റെ കേസിൽ ഒരു ഇക്വേഷൻ കിട്ടി, കോമൺ പൈപ്പിന് ഇക്വാലന്റ് പൈപ്പിന് ഒരു ഇക്വേഷൻ കിട്ടി. എന്തിനു കിട്ടി, സീരീസിൽ കോമ്പൗണ്ട് ചെയ്തതിന് ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടിലും ഉണ്ടാകുന്ന ഹെഡ് ലോസ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. സോ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടും h വാല്യൂ ആണ്, രണ്ടും സെയിം വാല്യൂ ആണ്. സോ ഈ രണ്ട് ഇക്വേഷൻ, ഈ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ, ഇത് ഇക്വാലന്റ് പൈപ്പിന്റെ കേസിൽ, ഇത് സീരീസിന്റെ കേസിൽ, ഇത് രണ്ടുകൂടിയും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, കോമൺ ടേംസ് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞു. Then find the equation will become L1 d1 raised to 5 plus L2 d2 raised to 5 plus L3 d3 raised to 5. That will be equal to L divided by d raised to 5 വരും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തു വന്ന എന്തായാലും നമുക്ക് ഇക്വാലന്റ് ആയിട്ട് ലെങ്ത്തും കണ്ടുപിടിക്കണം, ഇക്വാലന്റ് ആയിട്ട് ഡയമീറ്ററും കണ്ടുപിടിക്കണം. എന്ത്, L1 d1 L2 d2 L3 d3 തന്നിട്ടുണ്ടാവും നോക്കും. സോ എല്ല് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞു. തന്ന ലെങ്ത്തിനൊക്കെ സമപ്പെടുത്തിലായിരിക്കും ഇക്വാലന്റ് ലെങ്ത് എന്ന് പറയുന്നത്. L ഈസ് ഈക്വൽ ടു L1 plus L2 plus L3 അല്ലേ. സോ ഈ ടോട്ടൽ ഇക്വേഷനിൽ എല്ലും കിട്ടി, ബാക്കി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലാ പാരാമീറ്ററും കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കും, ഇക്വാലന്റ് ഡയമീറ്റർ കൂടി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ എന്താ, ഇക്വാലന്റ് ലെങ്ത്തും കിട്ടി, ഇക്വാലന്റ് ഡയമീറ്ററും കിട്ടി. ഈ ഇക്വേഷന്, ഈ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഇക്വേഷന് L divided by d raised to 5 equal to L1 divided by d1 raised to 5 plus L2 divided by d2 raised to 5 plus L3 divided by d3 raised to 5. ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്താ പറയുക, ഡ്യൂപിറ്റ്സ് ഇക്വേഷൻസ് പറയും. ഓക്കെ, ഈ കോമൺലി പറയുന്ന ഇക്വേഷനാണ് നമ്മൾ പറയും ഡ്യൂപിറ്റ്സ് ഇക്വേഷൻ. ഓക്കെ, സൗരവ് മനസ്സിലായി? ഡെറിവേഷൻ ചോദിക്കുമോ? ഡെറിവേഷൻസ് ചോദിക്കാൻ സാധ്യത, ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട് മുന്നേ. എപ്പോഴും ചോദിക്കും ഗ്യാരണ്ടി ഇല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഡ്യൂപിറ്റ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം, ആ തരത്തിലാണ് ചോദിക്കാറ്. സീരീസിന്റെ ഇക്വാലന്റ് പൈപ്പ് തന്നെ ചോദിക്കാറില്ല, ചില സമയം ഡ്യൂപിറ്റ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ള തരത്തിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ആ പറഞ്ഞ ഡെറിവേഷൻ ക്ലിയർ അല്ലേ? സൗരവ് ഇല്ലേ ക്ലാസ്സിൽ? സൗരവ് ശ്രീജിത്ത് ഉണ്ടോ? സൗരവിന് മനസ്സിലായില്ലേ സൗരവ് പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ മനസ്സിലായിട്ടില്ല. എവിടെയാ ക്ലിയർ ആവാത്ത പോയിന്റ് ഏതാ? ഡൗട്ട് പറയാം, നമുക്ക് അത് ക്ലിയർ ചെയ്യാം. എന്താ വന്ന ഡൗട്ട് പറഞ്ഞാൽ മതി, നമുക്ക് എന്നിട്ട് ക്ലിയർ ചെയ്യാം. എന്താ ഡൗട്ട്? അതേടാ, നമുക്ക് ക്ലിയർ ആവാത്ത ഏതെങ്കിലും പോയിന്റ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു സീരീസിൽ കണക്ട് ചെയ്യുന്നതിൽ പറഞ്ഞു. സീരീസിൽ കണക്ട് ചെയ്യുന്ന അതിന് ഈക്വലന്റ് ആയിട്ട് ഒരു പൈപ്പ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. സീരീസിൽ നമുക്ക് കിട്ടുന്ന എന്ത് ഹെഡ് ലോസ് ആണോ അതേ ഹെഡ് ലോസും അതേ ഡിസ്ചാർജും കിട്ടുന്ന ഒരു സിംഗിൾ പൈപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ആ സിംഗിൾ പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണ്, ലെങ്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്യുന്ന പൈപ്പിന്റെ ലെങ്ത് ഒക്കെ സമപ്പ് ചെയ്താൽ ആ ഇക്വാലന്റ് പൈപ്പിന്റെ ലെങ്ത് കിട്ടും. അതാണ് എല്. ഓക്കെ, L1 plus L2 plus L3 ആണ് എല്. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ കിട്ടണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, സീരീസിൽ കണക്ട് ചെയ്യുന്ന ഹെഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ടോട്ടൽ ഹെഡ് ലോസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതാണ് 4 × 16 FQ² / 5² × 2G വന്നത്, ഇൻറ്റു L1 d1 raised to 5 plus L2 d2 raised to 5 plus L3 d3 raised to 5 വന്നത്. ഓക്കെ, ഇതേ ഹെഡ് ലോസ് ആയിരിക്കും എന്ത് ഇക്വാലന്റ് പൈപ്പിൽ ഉണ്ടാവുക എന്നുള്ള അസംഷൻ ആണ്. അതാണ് ഇക്വാലന്റ് പൈപ്പിന്റെ കൺസെപ്റ്റ്.
സെയിം ഹെഡ് ലോസും സെയിം ഡിസ്ചാർജും ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇക്വാലന്റ് പൈപ്പിലുള്ള ഹെഡ് ലോസിന്റെ ഇക്വേഷൻ ഞാൻ കണ്ടുപിടിച്ചു. 4 × 16 Q²F/I²2G × L/d⁵. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്വാലന്റ് പൈപ്പിൽ ഉണ്ടാകുന്ന ഹെഡ് ലോസും സീരീസിലി കണക്ട് ചെയ്യുന്നുണ്ടാകുന്ന ഹെഡ് ലോസും സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ട് ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്തിട്ട് കോമൺ ടേംസ് ഒക്കെ നെഗ്ലേറ്റ് ചെയ്താൽ ഫൈനലി വരുന്ന ഇക്വേഷൻ ആണ് L/d⁵ ഈക്വൽ ടു L1/d1⁵ പ്ലസ് L2/d2⁵ പ്ലസ് L3/d3⁵. ഈ ഇക്വേഷന് പറയുന്ന നെയിം ആണിത് ഡ്യൂപിറ്റ്സ് ഇക്വേഷൻ എന്ന് പറയും. ഇതിൽ L വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ സമ്മപ്പ് ചെയ്താൽ മതി. ഡി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ, ഈ ഡ്യൂപിറ്റ്സ് ഇക്വേഷൻ ഇട്ടിട്ട് ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ടേംസ് ഒക്കെ നമുക്കറിയാം. എല്ലിന് കണ്ടുപിടിക്കാൻ ഈ സമ്മപ്പ് ചെയ്ത് എല്ലും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇക്വാലന്റ് ഡയമീറ്റർ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതേ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയ 3 പൈപ്പ് കണക്ട് ചെയ്യുന്നുണ്ട്. 800 മീറ്റർ, 500 മീറ്റർ, 400 മീറ്റേഴ്സിലെ അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. കണക്റ്റഡ് ഇൻ സീരീസ്. അതിന് സിംഗിൾ പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ സം ആയിരിക്കും 800നും 500ഉം 400ഉം കൂടി കൂട്ടിയിട്ടുള്ള സമ്മാണ് 1700 തന്നിട്ടുണ്ട്. ഇനി അതിന്റെ കോമൺ ഡയമീറ്റർ ഇപ്പൊ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഡ്യൂപിറ്റ്സ് ഇക്വേഷൻ ഇട്ടിട്ട് ഒന്ന് ഫൈനൽ ഡയമീറ്റർ എത്ര, ഇക്വാലന്റ് ഡയമീറ്റർ എത്രയാന്ന് കണ്ടുപിടിച്ച ഇക്വാലന്റ് പൈപ്പിന്റെ ഡയമീറ്റർ എന്തായിരിക്കും ഇപ്പൊ പറഞ്ഞില്ലേ ഇക്വേഷൻ. L അതിൽ തന്നിട്ടുണ്ട്, L1 തന്നിട്ടുണ്ട്, L2 തന്നിട്ടുണ്ട്, L3 തന്നിട്ടുണ്ട്, D1 D2 D3 തന്നിട്ടുണ്ട്. D എന്ന് കണ്ടുപിടിച്ചു ഫൈനലായിട്ട് വരുന്ന ഇക്വാലന്റ് പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണ് വരുന്നത് വെച്ചാൽ അത് കണ്ടുപിടിക്കും. ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താടാ ഇതായി പറ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഓക്കെ. ഹലോ, ചെയ്യണോ? ചെയ്യുന്നില്ലേ? രാഹുൽ എടാ എല്ല് തന്നിട്ടുണ്ട്. ആസഫെ എല്ല് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 1.7 ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ലെങ്ത് നമ്മൾ ആഡ് ചെയ്താൽ മതി. 800 500 400 കൂട്ടിയിട്ട് 1.7. അത് കറക്റ്റാണ് നീ പറഞ്ഞത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിംഗിൾ പൈപ്പിന്റെ ഇക്വാലന്റ് ലെങ്ത്തിന്റെ റീപ്ലേസ് ബൈ സിംഗിൾ പൈപ്പ് ആസ് ലെങ്ത് 1700 മീറ്റർ. ഓക്കെ, ഇക്വേഷൻ ഡ്യൂപിറ്റ്സ് ഇക്വേഷൻ എടുത്തിട്ട് ആ ഡയമീറ്റർ കണ്ടുപിടിക്കും.
ഓക്കെ അസു, നീ ഇട്ട മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാറുണ്ട്, കണ്ടിട്ടില്ല നീട്ട്. ഓക്കെ, ഫൈൻഡ് ഇക്വേഷൻ. സാർ 0.38. 0.3718 വരാടാ മീറ്റേഴ്സിൽ. അല്ല, ആ. 0.3718 മീറ്റർ അല്ലെങ്കിൽ 371.8 mm. ഓക്കെ, ഇവിടെ മാർക്ക് എല്ലാവരും കണ്ടിട്ടില്ലേ സീരീസിന്റെ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? പബ്ലിഷ്ഡ് ആയില്ലേ? സർ. ഓക്കെ, ഇതിപ്പോ ഫെയിൽ ഉള്ള കൂട്ടർ ഒരു പ്രാവശ്യം അത് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഫെയിൽ ആയവര് ഇത്ര 4 പേരോ 5 പേരായിട്ട് ഉള്ളതെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് എഴുതുക. ഒരു തവണ എഴുതിയിട്ട് എനിക്ക് അത് ഞാൻ എങ്ങനെ അയക്കണ്ടേ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കേട്ടില്ല അത് പറഞ്ഞത്? ഓക്കെ, ഇന്നിപ്പോ ദിവസം ട്യൂസ്ഡേ. നെക്സ്റ്റ് 22.5 സർ പാസ് മാർക്ക്. 22.5 മാർക്സ് മാർക്ക്. 22.5 ബിലോ വന്നവര്, ഓക്കെ, 22.5 ബിലോ വന്നവര് ഫുൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു തവണ എഴുതുക. എന്നിട്ട് എങ്ങനെയാ സെൻഡ് ചെയ്യുന്നത്? മെയിൽ ഏതെങ്കിലും മെത്തേഡ് ഞാൻ പറയാം, എഴുതി വെക്കണം. എങ്ങനെയാ? ട്യൂസ്ഡേ, നെക്സ്റ്റ് വെനസ്ഡേ. ഓക്കെ, വെനസ്ഡേ തേഴ്സ്ഡേ, നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് എഴുതി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ മൊഡ്യൂളിന്റെ ട്യൂട്ടോറിയൽ അസൈൻമെന്റും മൊഡ്യൂൾ ടെസ്റ്റും ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇടാം. അതിന്റെ ടൈം ലൈൻ ഒക്കെ ഞാൻ നോക്കിയാം. ഓക്കെ, ശരി, അവരെ വിട്ടോ, ബാക്കി നമുക്ക് അടുത്ത ദിവസം കിട്ടും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.